വേദിയിലുള്ള ബഹുമാന്യരെ, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 24 ചാനലിനെയും SKനെയും ഞാൻ ആദ്യമായി എക്സൈസ് വകുപ്പിനും സംസ്ഥാന സർക്കാരിനും വേണ്ടി ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ്. ജ്യോതിർഗമയ എന്ന പേരിൽ SKN മാധ്യമപ്രവർത്തനത്തിൻ്റെ 40 വർഷം പൂർത്തിയാക്കുന്നതോടനുബന്ധിച്ച് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള ഈ വലിയ ഒരു ക്യാമ്പയിൻ മയക്കുമരുന്ന് എന്ന സാമൂഹ്യ വിപത്തിനെതിരെ ഏറ്റെടുത്തത് അങ്ങേയറ്റം മാതൃകാപരമാണ്. ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും സമർപ്പിച്ചിരുന്നു. വളരെ ഗൗരവത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയും സർക്കാരും അതെടുത്തത്. മുഖ്യമന്ത്രി അതിനുവേണ്ടി മാത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി വിളിച്ചു ചേർക്കുകയുണ്ടായി എന്നത് എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും അത് കണ്ടത് എന്ന് തെളിയിക്കുന്നതാണ്. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. ഒരു സാമൂഹിക വിപത്തിനെ നമുക്ക് സമൂഹത്തെയാകെ അണിനിരത്തി മാത്രമേ ചെറുക്കാനാവൂ. പോലീസും എക്സൈസും അവരുടെ ജോലി ഭംഗിയായി നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സാമൂഹികമായ വിപത്തിനെ പോലീസും എക്സൈസും മാത്രമായിട്ടല്ല നേരിടേണ്ടത്. ജനങ്ങളാകെ, സമൂഹമാകെയാണ് അണിനിരക്കേണ്ടത്. സമൂഹത്തെ അണിനിരത്താൻ ഉതകുന്നതാണ് SKN at 40യുടെ ഭാഗമായി നടത്തുന്ന ഈ പ്രചരണ പരിപാടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ 2024-25 ഇന്ത്യയിലാകെ പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ മൂല്യം കേന്ദ്ര ഗവൺമെൻറ് വെളിപ്പെടുത്തി 25,000 കോടി രൂപയുടേതാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് പിടിച്ചത് വെറും 100 കോടി രൂപയുടെ മയക്കുമരുന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്തത് കേരളമാണ്, ഏറ്റവും കൂടുതൽ കേസെടുത്തത് കേരളമാണ്. ഇന്ത്യയിലാകെ തൊട്ട് മുമ്പുള്ള വർഷം പിടിച്ചെടുത്ത മയക്കുമരുന്ന് 16,000 കോടി രൂപയുടേതാണ്. അപ്പോൾ ഒറ്റ കൊല്ലം കൊണ്ട് രാജ്യത്ത് 9,000 കോടി രൂപയുടെ മയക്കുമരുന്ന് അധികം പിടിച്ചെടുത്തു. അതിനർത്ഥം മയക്കുമരുന്ന് എന്നത് രാജ്യവ്യാപകമായി ഉയരുന്നൊരു ഭീഷണിയാണ് എന്നതാണ്. ലോകവ്യാപകമായിട്ട് ഉയരുന്ന ഭീഷണിയാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് മധ്യപ്രദേശിലെ ഇൻഡോറിൽ പോയ സമയത്ത് അവിടെ ഇതുപോലെ സ്കൂൾ കുട്ടികളെല്ലാം തെരുവിലിറങ്ങി ഒരു പ്രചരണ പരിപാടി കണ്ടു. മയക്കുമരുന്നിനെതിരെയാണ്, രാജ്യവ്യാപകമായിട്ടുള്ളൊരു ഭീഷണിയാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമുള്ളതാണ് എന്നത് തെറ്റായ പ്രചരണമാണ്. പക്ഷെ അതിനർത്ഥം നാം ആശ്വസിക്കണമെന്നല്ല. കേരളത്തിലും മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ട്. കുട്ടികളെ ലക്ഷ്യമിടുന്നുണ്ട്, കൗമാരക്കാരെ ലക്ഷ്യമിടുന്നുണ്ട്. അതിനെതിരെ ജനങ്ങളെ ആകെ അണിനിരത്തുന്ന പ്രചരണ പരിപാടിക്കാണ് സംസ്ഥാന സർക്കാരും നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ലോകത്തെവിടെയും ഇതിനു മുമ്പുണ്ടാവിട്ടില്ലാത്ത തരത്തിൽ വിദ്യാർത്ഥികളെയും ജനങ്ങളെയും മുഴുവൻ അണിനിരത്തിക്കൊണ്ടുള്ള വിപുലമായ പ്രചരണ പരിപാടി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. എക്സൈസ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന പേരിലും അതുപോലെ പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിലും പ്രത്യേകമായിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തുന്നു. ക്ലീൻ സ്ലേറ്റിൻ്റെ ഭാഗമായി 1,00,000-ലേറെ വാഹനങ്ങളാണ് ഒരു മാസം കൊണ്ട് പരിശോധിച്ചത്. 30,000 സ്കൂൾ പരിസര പരിശോധനകളാണ് എക്സൈസ് മാത്രം നടത്തിയത്. അതോടൊപ്പം ജനങ്ങളാകെ അണിനിരന്നാൽ, സമൂഹമാകെ അണിനിരന്നാൽ നമുക്ക് ഇതിനെ വേരോടെ പിഴുതു കളയാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തു നിന്ന് മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്താനുള്ള, അക്ഷരാർത്ഥത്തിൽ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്താനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതിൽ ജനങ്ങളെ അണിനിരത്താൻ SKൻ്റെ ഈ യാത്രയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ.